ഈ കോവിഡ് മഹാമാരിയൊക്കെ വരുന്നതിന് മുമ്പ് എയ്ഡ്സിനെ പറ്റി സമാനമായ രീതിയിലുള്ള ഒരു ഭീതിയും ഒരു പരിഭ്രമവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് പലർക്കും ഓർമ്മയുണ്ടാവും. കാരണം ഇതും ചികിത്സയില്ലാത്ത ഒരു രോഗമാണ്, വൈറസ് രോഗമാണ്. പക്ഷെ ഇതിനെ കണ്ടുപിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും സിംറ്റംസ് കുറയാൻ എന്തെങ്കിലും ചികിത്സ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചികിത്സയില്ല, മാരകമായ രോഗമാണെങ്കിൽ അത്രയും ഇത് പരക്കുന്നു ഒരു പേടി വരും, സാംക്രമികത്വമുള്ള രോഗമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ എയ്ഡ്സ് രോഗികൾക്ക് എല്ലായിടത്തും വലിയ നിരാകരണവും തിരസ്കരണവും ഒഴിവാക്കലും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഈവൻ ചികിത്സാ സങ്കേതങ്ങളിൽ പോലും ഒറ്റപ്പെടുന്ന അവസ്ഥയും ഒക്കെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് 87 തുടങ്ങി. അപ്പോൾ 87 എനിക്ക് US ഞാനൊരു സർവകലാശാലയിൽ, പ്രമുഖ സർവകലാശാലയിൽ ഒരു സന്ദർശക അധ്യാപകനായിട്ട് പോകാൻ അവസരം കിട്ടി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എയ്ഡ്സ് രോഗികളെ കാണാനുള്ള ഒരു അവസരം കിട്ടി. 3 രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഇത് അത്രയും ഇല്ല. ഈ ഒഴിവാക്കൽ, എല്ലാ പ്രിക്കോഷൻസും എടുക്കണം, എല്ലാ മുൻകരുതലും എടുക്കണം ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ. പക്ഷേ ഡോക്ടർമാരും നഴ്സസും രോഗികളുടെ അടുത്ത് പോവും, ചെയ്യും ചികിത്സ. അപ്പോൾ ഇത് എന്തുകൊണ്ടോ അത്ര ഭയപ്പെടേണ്ടല്ല. ഇതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി അത്ര ഇല്ല. ചുമ്മാ പോയി കണ്ട് സംസാരിച്ച് ഒന്ന് തൊട്ടെന്ന് പറഞ്ഞൊന്നും എയ്ഡ്സ് പരക്കത്തില്ല. ആ ബോധവും കൊണ്ട് വന്നതാണ് ഞാൻ. 87 അവസാനം ഞാൻ വന്നു. 88 ആണെന്ന് തോന്നുന്നു, 88 ആദ്യത്തെ ഏതോ മാസമാണ് ഒരു വാർത്ത വന്നു, കേരളത്തിലും എയ്ഡ്സ് വന്നു എന്നൊരു വാർത്ത വന്നു. അത് കഴിഞ്ഞ് അതൊരു വലിയ ഇതാണ്. കാരണം ഒരു ദിവസം പത്രം തുടങ്ങിയപ്പോൾ ആദ്യത്തെ പേജിൽ വലിയൊരു ചിത്രമാണ് എയ്ഡ്സ് ബാധിച്ച രോഗിയുടെ പേരും അഡ്രസ്സും പടവും ഒക്കെ ആയിട്ട്. ആലോചിച്ച് നോക്കൂ. 88 തന്നെയാണ്, മധ്യത്തിലോ ജൂൺ ജൂലൈയിലോ മറ്റെയാണെന്ന് തോന്നുന്നു. കോട്ടയത്തെ സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രമുഖ ഡോക്ടർ, പുള്ളി ഒരു സർജനാണ്, ഒരു പ്രമുഖ ശസ്ത്രക്രിയാ വിദഗ്ധൻ, അദ്ദേഹത്തിന് എയ്ഡ്സ് വന്നു എന്നൊരു വാർത്ത നമ്മളെ തേടിയെത്തി. അപ്പോൾ ഇദ്ദേഹം ഒരു ലെജൻഡറി സർജനാണ്. ദൂരെ നിന്ന് പോലും രോഗികൾ വന്ന് നോക്കുന്ന ആളാണ്. അദ്ദേഹം വിദേശത്തൊരു പരിശീലനത്തിന് പോയി, ഒരു അഡ്വാൻസ്ഡ് സർജറി പരിശീലനത്തിന് പോയി മടങ്ങി വന്നപ്പോൾ, ഏതാണ്ട് മടങ്ങി വന്ന് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഒരു പനിയോടൊപ്പം ആഹാരം വേണ്ടായിക, ശരീരം പെട്ടെന്നങ്ങ് ശോഷിച്ചു. പിന്നെ കഠിനമായ ശരീരവേദന, പിന്നെ ശരീരത്തിൽ പലയിടത്തും ചില പാടുകൾ, ചില പ്രത്യേക നിറത്തിലും രീതിയിലുമുള്ള രൂപത്തിലുമുള്ള ആകൃതിയിലുള്ള പാടുകൾ ഒക്കെ വന്നു തുടങ്ങി. ഏതായാലും പനിയുമായിട്ട് അദ്ദേഹം അവിടുത്തെ തന്നെ കൊച്ചിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ അഡ്മിറ്റഡായി. അപ്പോൾ അഡ്മിറ്റഡായി ഇദ്ദേഹത്തിൻ്റെ VIP ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ പ്രമുഖ ഡോക്ടറാണ്, അവിടെ പോലും അദ്ദേഹം കൺസൾട്ടൻ്റായിട്ടൊക്കെ പോകുന്ന ആശുപത്രിയാണ്. അപ്പം ഇതറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ വിഷമം തോന്നി. കാരണം ഇദ്ദേഹത്തിന് എനിക്ക് എൻ്റെ ഫ്രണ്ടെന്നൊന്നും പറയില്ല, ജസ്റ്റ് ഒരു പരിചയമുണ്ട്. ഏതാനും അവസരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചില സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അനുഭവമുണ്ട്. അപ്പം അന്വേഷിച്ചു പോകത്തക്ക അടുപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു പനിയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട്, ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ എയ്ഡ്സ് ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പിന്നുണ്ടായൊരു ഭയങ്കര ഒരു റിജക്ഷനാണ്. പെട്ടെന്ന് ഈ റിസൾട്ട് വന്ന ഒരു ഉച്ചയോടെയാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പ്രമുഖ ഡോക്ടർമാരാരും ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വരാതായി. ഇദ്ദേഹം കിടന്ന് ചികിത്സയെടുക്കുന്ന മുറിയിൽ ഇദ്ദേഹത്തെ കാണാൻ വരാതായി. കുറച്ച് കഴിഞ്ഞ് ജൂനിയർ ഡോക്ടർമാരും വരാതായി. അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമായപ്പോൾ നഴ്സസ് അവരിതറിഞ്ഞു ഇദ്ദേഹത്തിന് എയ്ഡ്സ് ആണെന്ന്. നഴ്സസും പതുക്കെ ഡിസപ്പിയർ ചെയ്തു. ചുരുക്കത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ദൂരെ നിന്ന് അതുകൊണ്ട് മുറിയിലെത്തിക്കും, വാതിലിൽ കൂടെ
കൈ നീട്ടിക്കൊണ്ട് വച്ചിട്ട് എല്ലാവരും പോക്കളയും. ചുരുക്കത്തിൽ ഒന്നും പറയാനുമില്ല ചികിത്സയുടെ കാര്യങ്ങൾ. അവസാനം അവിടെ ഒരു സംഘർഷം ഉണ്ടായി. ആണല്ലോ വളരെ പരിഗണന കിട്ടിയിരുന്ന ഒരു രോഗിക്ക് അതൊന്നും കിട്ടാതെ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്നുള്ള ഒരു വലിവ് വരുമ്പോൾ, കാരണം എയ്ഡ്സിനെ പറ്റിയുള്ള ഭയം മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ അത്രയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ പുള്ളി ഡിസ്ചാർജൊക്കെ വാങ്ങി വീട്ടിൽ പോയി. ഈ വിവരങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞുമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാനും ആഴ്ച കഴിഞ്ഞാണ് ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ എടുക്കുന്നവർക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ വന്നാൽ ഞങ്ങളുടെ അടുത്ത് സൈക്കാട്രിസ്റ്റിനെ വിളിക്കും, ഇതെന്താണ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ പോയി നോക്കിയപ്പം അടുത്തൊരു മുറിയുടെ വാതിലിൽ നിന്നൊരു പയ്യൻ കുമാർ സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പയ്യനെ പെട്ടെന്ന് പിടികിട്ടിയില്ല, എന്തോ ഒരു പരിചയം തോന്നി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, ഞാൻ ജോയിയാണ്, ഞാനിങ്ങനെ ഇന്നിടത്തുള്ളതാണ്. അപ്പം എൻ്റെ ഇളയച്ചൻ ഇവിടെ ചികിത്സയായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എന്താ രോഗം എന്താ? അത് കുറച്ച് കുഴപ്പമുള്ള കേസാണ് സാറേ, പിന്നെ സാറ് പറയാം എന്നൊക്കെ പറഞ്ഞ. ഏതായാലും ഞാൻ മുറിയിലൊന്ന് കയറാൻ നോക്കി. അപ്പം അവൻ സന്ദർശിച്ചിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് എന്നെ കണ്ടത്. മുറി ഇങ്ങനെ കുറേ പ്രാവശ്യം മുട്ടി. ഈ ജോയിയും കൂടെ വിളിച്ചു, പേരൊക്കെ വിളിച്ചപ്പോഴാണ് തുറന്നപ്പം മുറിക്കകത്ത് ഏതാണ്ട് നല്ല ഇരുട്ടാണ്. അവിടെ ജനലൊന്നും അധികം ഇല്ലാത്തൊരു വേവാർഡ് റൂമാണെങ്കിലും അതിനകത്താണ് കിടക്കുന്നത്. ആരോ ഒരു ബൈസ്റ്റാൻഡറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. മൂലയിലൊരു കട്ടിലിൽ ഒരാൾ കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ മനുഷ്യരൂപം എന്ന് പറയാം. വളരെ ശുഷ്കിച്ച് മെലിഞ്ഞ് ഒരു ശരീരം, ആൾമോസ്റ്റ് എല്ലും തോലുമായി, കണ്ണ് എല്ലാം കുഴിയിലായി. പക്ഷെ മുഖത്ത് നോക്കിയപ്പം ഈ പഴയ ഡോക്ടർ തന്നെ. ഇപ്പോൾ ഇദ്ദേഹം ഒരു വളരെ ആചാരം ബാഹുവായ ഒരു മനുഷ്യനാണ്. വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു ആകർഷകമായ രൂപവും മുഖശ്രീയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ അത് പോയി. ഏതായാലും പുള്ളി എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഞാനപ്പോൾ ചോദിച്ചു, കൂടെ നിൽക്കുന്നവന്, വാതിൽ തൊട്ടിട്ട് നിങ്ങൾ തുറക്കാത്ത? അയ്യോ സാറേ, ഇവിടെ തുറക്കരുതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആരും അങ്ങനെ അധികം ആളുകൾ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് വരണത് അദ്ദേഹത്തിനും ഇഷ്ടമല്ല, സാറിനും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു പോയി അങ്ങനെ നിൽക്കുന്നു. ഞാനാണിപ്പം നോക്കാനായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്ന ബന്ധുവായിട്ടാണ്, പക്ഷേ എന്തോ ഒരു കൂലിയൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന പോലെ ഒരാളാണ്. അപ്പോൾ ആഹാരമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും. പക്ഷേ ഇവിടെ എല്ലാം ഒരു പ്രശ്നമാണ്. പക്ഷേ ചികിത്സയൊക്കെ വരുന്നുണ്ട്, ഡോക്ടറൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേശ്ശെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ വരാം. അപ്പോൾ ഞാനിന്ന് മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. കോട്ടയത്തുനിന്ന് ട്രാൻസ്ഫറായി തിരുവനന്തപുരത്ത് വന്ന് എനിക്കൊരു വീടായിട്ടില്ല, സ്വന്തം വീടില്ല. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചാൽ വീട്ടിൽ നിന്ന് എൻ്റെ ഫുഡ് കൊടുത്തയക്കാൻ പറയാം. പിന്നെ വൈകിട്ട് ഞങ്ങൾ തന്നെ എത്തിക്കാൻ നോക്കാം, ആരെങ്കിലും വഴി എത്തിക്കാം. കോട്ടയത്ത് തൊട്ടടുത്താണ്, നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഇത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പം വീട്ടിലെൻ്റെ ഭാര്യ പറഞ്ഞു, ഓ അത് ശരി, എന്നാൽ കൊടുക്കാം, നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. ഏതായാലും ഉച്ചയ്ക്ക് ആശുപത്രിയിൽ നിന്ന് അവർക്ക് ആരെയും അയക്കാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഒരു ദിവസം നടന്നില്ല. അടുത്ത ദിവസമായപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, എത്രയോ 12 മണിക്കാ മറ്റേ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് പോകുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ എൻ്റെ മുറിയിൽ കൊണ്ട് തരും ആശുപത്രിയിൽ, അതവിടെ മുറിയിലെത്തിച്ചാൽ മതിയെന്ന്. ഇങ്ങനെ 2 ദിവസം ഞങ്ങൾ ഫുഡ് എത്തിച്ചു. സംഗതി ഭയങ്കര ബഹളമായി. അത്
എങ്ങനെയാ അറിഞ്ഞു? ഈ ക്വാർട്ടേഴ്സിലൊക്കെ ആകുമ്പം ഒരുപാട് വേഗം ഈ ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുമല്ലോ. എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു, അവിടെ ആരോ അസുഖമായിട്ട് കിടക്കുന്നു. അത് ഈ ഐഡൻറ്റിഫൈ ചെയ്തു, ഇങ്ങനെ എയ്ഡ്സ് ബാധിച്ച് കിടക്കുന്ന ഒരു ഡോക്ടർക്ക് നമ്മുടെ കുമാർ ഡോക്ടറെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുപോകണമെന്ന് ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഭാര്യ വരണ്ടു പോയി, അവൾക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാം കൂടെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് വൈകുന്നേരം എൻ്റെ ഫാദറില്ല എന്നെ കാണാം. പുള്ളി തിരുവനന്തപുരത്ത് വേറൊരു ഭാഗത്തുള്ളതാണ്. പുള്ളി വന്ന് പറഞ്ഞു, ഇതൊന്നും ഇങ്ങനെ ചിന്താശൂന്യനായിട്ട് ചെയ്യരുത് കേട്ടോ, വീട്ടിലുള്ള കുട്ടികളുള്ള വീടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ മെഡിക്കൽ നോളജ് ഇത് വലിയ കുഴപ്പമില്ല. അങ്ങനെ വേറെ പാത്രത്തിലല്ലേ കഴിക്കുന്നത്, കൊണ്ടു കൊടുക്കുന്നേ കുഴപ്പമില്ല. അയാൾക്ക് അല്ലാതെ അവിടെ ഒരു സർവീസ് കിട്ടുന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ഏതായാലും അത് തുടരാൻ പറ്റിയില്ല. പക്ഷേ ഏതായാലും ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ പോയി കണ്ടു. ഹിസ് കണ്ടീഷൻ ഇമ്പ്രൂവ്ഡ് ആൻഡ് ഹി വാസ് ഹാപ്പി. പുള്ളി പറഞ്ഞു, ഞാൻ വലിയ എക്സ്പെൻസീവായിട്ടും റെപ്യൂട്ടഡായിട്ടും ഒരു ആശുപത്രിയിലാണ് കൊച്ചി കിടന്നത്, അവിടെയാണ് എനിക്കിത് വന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എനിക്ക് തോന്നുന്ന മനുഷ്യർക്ക് കുറച്ചുകൂടെ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്കും ആ നിരാകരണം, ആ ഐസൊലേഷൻ കുറച്ച് മാറി. കുറച്ച് വ്യത്യാസമായിരിക്കും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങി. പുള്ളി എഴുന്നേറ്റിരുന്ന് തുടങ്ങി, സംസാരിച്ചു തുടങ്ങി, കട്ടിലിരുന്ന് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളി ഹീ ഡെവലപ്ഡ് എ ക്ലോസ് ഇൻട്രാക്ഷൻ വിത്ത് മീ. അപ്പം പുള്ളി എന്നോട് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എന്നെപ്പറ്റി പറയുന്നത് ഞാൻ അവിടെ പോയി ഒരു വേറെ വേണ്ടാത്ത സ്ത്രീകളുടെ അടുത്തോ വേശ്യമാരുടെ അടുത്തോ മറ്റോ പോയാണിത് വന്നതെന്നുള്ള ഒരു ഇത് പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യ തകർന്നിരിക്കുകയാണ്, എനിക്ക് 3 പെൺകുട്ടികളാണ്, അവരും തകർന്നിരിക്കുകയാണ്. അതിൽ ഒരു കുട്ടിയെ ഏതോ സ്കൂളിൽ അവിടെ പറഞ്ഞെന്ന്, നീ TC വാങ്ങിച്ച് ഇവിടെ നിന്ന് പോണതാണ് നല്ലത്. അതായത് ഇങ്ങേരുടെ മോളെ സ്കൂളിൽ നിന്ന് വെളിയിലാക്കാനായിട്ട് ഒരു ശ്രമം നടന്നു. അപ്പോൾ ആകെ അതുകൊണ്ട് അവരധികം വരാറൊന്നുമില്ല. പിന്നെ അവർക്കൊരു നിരാകരണമല്ല, നിസ്സഹായത കൊണ്ട് അവരൊരു അകൽച്ച പാലിക്കുന്നു. ഇതാണ് അവസ്ഥ. ഞാൻ ആലോചിച്ച് നോക്ക് ഡോക്ടറെ, ഇതാണ്, ഈ അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞു, ഇത് ആളുകളുടെ ധാരണ പെട്ടെന്ന് മാറില്ല, നിങ്ങൾ ചികിത്സ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചെയ്യാവുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു. പുള്ളി കുറച്ച് അപ്പം പുള്ളിക്ക് അതിനിടയിൽ പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് റിയാക്ഷൻ ടു സൊസൈറ്റി ആയിരുന്നു. പിന്നെ അത് ഭയങ്കര ഒരു നെഗറ്റീവ് റിയാക്ഷൻ ടു സൊസൈറ്റി അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ പുള്ളി ഈ ആശുപത്രിക്കെതിരായിട്ട്, കൊച്ചിയിലെ ആശുപത്രിക്കെതിരായിട്ടൊരു കേസൊക്കെ കൊടുക്കാനിരിക്കുകയാണ്, ഈ അവഗണനയ്ക്കെതിരായിട്ടൊക്കെ. അപ്പോൾ അതും ഈ സംസാരം എൻ്റെ അടുത്ത് സംസാരിച്ച പുള്ളി പറഞ്ഞു, അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ തന്നെ എത്ര സർജറി അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോയെന്നറിയാമോ ആശുപത്രിയെ നന്നാക്കാനായിട്ട്. എനിക്കൊരു ഇത് വന്നപ്പോൾ ഇവന്മാരിങ്ങനെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു, ആലോചിച്ച് നോക്കൂ, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അവർ ചെയ്തത് ശരിയല്ല, പക്ഷെ അതിനിനി നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ആളുകളുടെ ഇന്ന് ആവശ്യം ഒരു സഹകരണവും ആളുകളുടെ ഒരു സന്മനസ്സും ഒക്കെ ആവശ്യമുള്ള സമയമല്ലേ. അത് കൂടുതൽ അതുമല്ല, മനസ്സിനും കുറച്ചുകൂടെ ഇത് വേണ്ടേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പുള്ളി കുറേശ്ശെ പോസിറ്റീവായി തുടങ്ങി, വെയിറ്റൊക്കെ വെച്ചു, മുഖത്തൊക്കെ ഒരു തുടുപ്പൊക്കെ വന്നു, കുറച്ചുകൂടെ മറ്റ് കാര്യങ്ങളിൽ ചോദിച്ചു, ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റിയൊക്കെ ചോദിച്ചു. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയുണ്ട്, ഇവിടുത്തെ സ്റ്റാഫ്. അപ്പം മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പലരും പുള്ളിയെ സന്ദർശിക്കാനും തുടങ്ങി. മുറിയിൽ ബ്രീഫായിട്ട് വന്ന് കണ്ടിട്ട് പോകും. അങ്ങനെയൊക്കെ വന്ന് പുള്ളിയുടെ ഫ്രണ്ട്സാണ്, ചിലർ പുള്ളിയെ പറ്റി കേട്ടിട്ടുള്ളവരാണ്. ഹി വാസ് ഇൻ എ ബെറ്റർ ഫ്രെയിം. അപ്പോൾ പുള്ളി എന്നോട് മനസ്സ് തുറന്നു തുടങ്ങി. എന്നിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കാം ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ പോയിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ അതൊക്കെ പറഞ്ഞാണ് ഞാനിങ്ങനെ സ്ത്രീകളുടെ പുറകെ പോയി അവിഹിതമായിട്ടൊക്കെ ഇത് ചെയ്ത് അസാൻമാർഗീയം അതിൽ കൂടെ വന്നു എന്നും പറഞ്ഞാണ്
അവിടെയൊക്കെ പറഞ്ഞു പരത്തുന്ന, അതിനെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു രോഷാകുലനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കുറേശ്ശെ ചെറിയ ഡിഗ്രിയിൽ നമ്മൾ ഈ ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റ അടിയിൽ താൻ പറയണമൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പറയരുത്. നമ്മൾ ഒബ്ലീക്കായിട്ട് ഒരു കുറച്ച് ചരിഞ്ഞ് ടാൻജൻഷ്യലായിട്ടാണ് കറക്റ്റ് മെസ്സേജ് ഇത്തരം ആളുകൾക്ക് കൊടുക്കേണ്ടത്. ബിക്കോസ് ദേ ആർ ഇൻഫോംഡ് പീപ്പിൾ. അവർ ധാരണയുള്ളവരാണ്, മനസ്സിനൊരു ധാരണ ഉണ്ടെന്നുള്ള ഒരു ഭാവമുള്ളവരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏതായാലും പുള്ളി കുറേശ്ശെ ലിസൺ ചെയ്തു തുടങ്ങി. ഏതായാലും ഇമ്പ്രൂവ് ചെയ്തൊക്കെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വാസുദേവ് അവിടെ ഞാൻ പോയത് ഏതോ യൂറോപ്യൻ രാജ്യത്താണ്, എനിക്കൊന്ന് സ്വിറ്റ്സർലൻഡോ സ്വീഡനോ അങ്ങനെ ഏതോ രാജ്യത്താണ്. അവിടെയൊന്നും ഞാനിങ്ങനെ ഒരിടത്തും ഇതിന് പോയിട്ടില്ല. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, പക്ഷേ എനിക്ക് അവിടെ വെച്ചൊരു അഫെയർ ഉണ്ടായി. അഫെയർ എന്ന് വെച്ചാൽ ഞാൻ പരിശീലനത്തിന് പുള്ളി ഒരു പരിശീലനത്തിനാണല്ലോ പോയത്. അവിടുത്തെ ഒരു ടെക്നീഷ്യൻ, അവിടുത്തെ കാര്യമാണ്, ഒരു അസാമാന്യമായ ഭംഗിയുള്ള ഒരു സ്ത്രീ. അവരെ ആയിട്ട് എനിക്ക് വലിയ അടുപ്പമുണ്ടായി. ഇൻഫാക്റ്റ് ഞങ്ങൾ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ഈ സുഖേട് അവരിൽ നിന്ന് വന്നതായിരിക്കത്തില്ല. അത് എങ്ങനെ, അതൊരിക്കലും വരത്തില്ല. ഏതായാലും അല്ലാതെ എനിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സർജിക്കൽ മെറ്റീരിയലിൽ നിന്ന് തന്നെ വന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്താലും സർജറിയുടെ ഇടയിൽ ഗ്ലൗസ് മുറിയും. അപ്പോൾ ഈ പേഷ്യൻറ്റിന് എയ്ഡ്സ് ഉള്ള ടിഷ്യൂസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതിൽ കൂടെ കയറിയതായിരിക്കും, ബ്ലഡിൽ തന്നെ കയറുമല്ലോ, അങ്ങനെ വന്നതായിരിക്കും. അതായിരിക്കാനാണ് സാധ്യത. ഇത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ വന്നതാണ്, അത് ഞാൻ പ്രൂവ് ചെയ്യും, ഞാൻ ഹൈക്കോടതി കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി ഡിസ്ചാർജ് ചെയ്ത് പോയി. ഒരുവിധ സന്തോഷത്തിൽ ഇനി നമ്മൾ കാണുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ എനിക്ക് പിന്നെ കോണ്ടാക്റ്റ് ഇല്ല. പുള്ളി എന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു, വിളിച്ചില്ല. അപ്പോൾ ജനറലി നമ്മൾ ഒരു അത്തരം ഇതൊരു അപ്പോഴും ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് വിളിച്ച് പുള്ളി ഇത് ചെയ്യുന്നതിനുള്ള ഇതില്ല. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആളാണ്, എനിക്കിപ്പോൾ അത് തോന്നുന്നില്ല, ജീവിച്ച് നോക്കാം, ഒരു ട്രയൽ എന്ന്, അതൊക്കെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് ഇത്രയും സമയം വന്നിരുന്ന് സംസാരിച്ച ആരും എനിക്കൊരു ഡയഗ്നോസ് ചാർത്തി കിട്ടിയതിന് ശേഷം ഇത്രയധികം സമയം എൻ്റെ ബെഡിനരികിലോ കസേരക്കരികിലോ വന്നിരുന്ന് സംസാരിച്ച മറ്റാരും ഇല്ല. ഐ ആം ഇമ്മൻസ്ലി താങ്ക്ഫുൾ ടു യു എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ ഞാൻ പിന്നെ അങ്ങോട്ട് എനിക്ക് അതിൻ്റെ പേരിൽ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല. എനിക്ക് ഒരു 3-4 വീക്സ് കഴിഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നപ്പം പുള്ളി തന്നെ ഈ ഡോക്ടർ തന്നെ, ഈ എയ്ഡ്സ് ബാധിച്ച ഡോക്ടർ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്നുണ്ട്, പിന്നെ പക്ഷേ എനിക്ക് യാത്ര ചെയ്ത് വരാനുള്ള ഹെൽത്ത് വീണ്ടും മോശമാണ്, എനിക്കിപ്പം വീണ്ടും പനിയുണ്ട്, വീണ്ടും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ക്ഷീണമുണ്ട്. അപ്പം അന്ന് ഈ എയ്ഡ്സിനെതിരായിട്ടുള്ള ആൻറ്റി റെട്രോവൈറസ് തെറാപ്പിയൊന്നും ട്രീറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ബാക്കിയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ളൂ, സ്റ്റീറോയിഡ്സും ഒക്കെ ഉള്ളൂ. പിന്നെ എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ ഡോക്ടർ കുമാർ, ഞാനന്ന് നിങ്ങളോട് പറഞ്ഞ സ്റ്റോറി കറക്റ്റാണ്. കാര്യം ഞാൻ എൻ്റെ ഈ ലവ് അഫെയറിനെ പറ്റി പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ യാതൊരു സംതൃപ്തിയും കിട്ടിയിട്ടില്ലാത്ത ഒരു വിവാഹ ജീവിതമാണ് എനിക്ക് നാട്ടിലുണ്ടായത്. കാര്യം ഞാൻ MBBS പാസ്സായ ഉടനെ പണത്തിന് വേണ്ടി എൻ്റെ വീട്ടുകാർ നടത്തിയ ഒരു കല്യാണമായിരുന്നു. അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് രീതിയിൽ എന്നെക്കാൾ വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ്. ഒരു വളരെ തുച്ഛമായ ഒരു ബയോളജിക്കൽ പാർട്ട്ണർഷിപ്പിനപ്പുറം ഒരു ജീവിത പാർട്ട്ണർഷിപ്പിന് വേണ്ട ഒരു കമ്പാനിയൻഷിപ്പ് ഒന്നും കിട്ടിയില്ല. നേരെ മറിച്ചായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ എൻ്റെ ഒരു കാമുകി ആയ സ്ത്രീ, അവളിൽ നിന്ന് കിട്ടിയത്. ഇറ്റ്സ് ഓൺലി 3-4 months. പക്ഷെ അതൊരു വലിയ ഇതായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് എനിക്ക് വിവരം കിട്ടി, അവൾ എയ്ഡ്സ് ബാധിച്ച് മരിച്ചു എന്ന്. വിച്ച് മീൻസ് ഷീ വാസ് എൻ എയ്ഡ്സ് പേഷ്യൻറ്റ്. ഇത് പുള്ളി പറഞ്ഞു, ഞാൻ ലോകത്ത് ഒരേ ഒരാളിനോടേ പറയുന്നുള്ളൂ, അത്
നിങ്ങളോടാണ്. കാരണം എൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് വന്നിരുന്ന് സംസാരിച്ചത് നിങ്ങളാണ്. എൻ്റെ മനസ്സിനെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഉണർത്തിയെടുത്താൻ കഴിഞ്ഞ നിങ്ങൾക്കാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പറയണമെന്ന്. പിന്നെ രണ്ടാമത്, ഈ എൻ്റെ അനുഭവം ഇനി എനിക്കധികം കാലമില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ അനുഭവം പിന്നെ ലോകം അറിയണം എന്നെനിക്കുണ്ട്, എല്ലാവരും അറിയണം എന്നെനിക്കുണ്ട്. ഏറ്റവും എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റിയില്ല അവളെപ്പോലെ ഇത്ര മനോഹരിയായിട്ടുള്ള, ഇത്രയും ബുദ്ധിപരതയും നർമ്മബോധവും ഒരു പേഴ്സണൽ ക്വാളിറ്റീസുമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആൾക്ക് ഇതുപോലൊരു അസുഖം വരുമെന്ന് സങ്കല്പിക്കാനുള്ള സന്നദ്ധത പോലും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിരാകരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഫാക്റ്റ് അവിടെ നിന്ന് തന്നെയാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് ലോകം അറിയണം, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ അറിയണം, പിന്നെ ലോകത്തെല്ലാവരും അറിയണം. കാരണം എയ്ഡ്സ് വേശ്യകൾക്കും സ്വവർഗ സംഭോഗികൾക്കും മാത്രമുള്ള അസുഖമല്ല. അത് ഏറ്റവും പരിപാവനം അല്ലെങ്കിൽ പരിശുദ്ധം, മനോഹരം എന്ന് നമ്മൾ കരുതുന്ന ബന്ധങ്ങളിൽ കൂടെ വരാം. അപ്പോൾ ഇത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരോടും പറയാതിരിക്കാനുള്ളതല്ല. എൻ്റെ മരണശേഷം മാത്രമേ ഇതിനെപ്പറ്റി നിങ്ങളാരോടെങ്കിലും പക്ഷേ എനിക്ക് നിങ്ങളെ ഒന്നുകൂടെ കാണാം. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഒരു അടുത്ത വീക്കെൻഡ് ഞാൻ മധുരയിലൊരു ഇതിന് പോകാനുണ്ട്, അതിൻ്റെ ഇപ്പോൾ വരുന്നതിൻ്റെ അടുത്ത വീക്കെൻഡ് ഞാൻ ഞാനവിടെ വരാം, ഐ വിൽ കം ആൻഡ് മീറ്റ് യു എന്ന് പറഞ്ഞു. പക്ഷേ 4 days later പത്രം തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പടവും മരണമടഞ്ഞു കഴിഞ്ഞു. ഇവനൊരു രോഗിയാണ്, പക്ഷേ ഇവൻ കാണിച്ചതിന് ഇതൊന്നും പോരാ. അപ്പം ഞാൻ ചോദിച്ചു എന്തോ കാണിച്ചു. അപ്പോൾ പറയുകയെന്ന് ഈ അമ്മ, അവർ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞു, അയ്യോ നാരായണൻ ചേട്ടാ, ഈ പറയണ ഒന്നുമില്ല, അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കിത് എന്തോ സംഭവിച്ചു നീ നാട്ടുകാർ പറയുന്നു, സംഭവിച്ചില്ല എന്ന് ഈ അമ്മ പറയുന്നു. എന്താണെന്ന് വെച്ചപ്പോൾ പതുക്കെ അതിൽ നിന്ന് വന്ന വിവരം, പിന്നെ ഈ നാരായണൻ നായർ എന്ന മറ്റേ പറഞ്ഞ ഒരാളാണ്, അങ്ങനെ പഞ്ചായത്ത് മെമ്പറാണെന്ന് തോന്നുന്നു, ഇവരുടെ ഒരു അടുത്ത അകന്ന ബന്ധുവൊക്കെയാണ്. അപ്പോൾ അങ്ങേര് പറയണത്, ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന കസേരയുടെ സൈഡിൽ വന്ന് ചെവിയിലായിട്ട് പറയണം,